Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ ഡിസോണസ്റ്റ് മണി ലെൻഡർ ആൻഡ് ദ മിനിസ്റ്റർ. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. വില്യം വാസ് എ റിച്ച് ബട്ട് ഡിസോണസ്റ്റ് മണി ലെൻഡർ ഇൻ എ സിറ്റി. വില്യം വാസ് എ റിച്ച്, വില്യം ഒരു ധനികനായിരുന്നു. പക്ഷേ ഡിസോണസ്റ്റ് മണി ലെൻഡർ. ഡിസോണസ്റ്റ് എന്നാൽ സത്യസന്ധതയില്ലാത്ത എന്നുള്ള അർത്ഥമാണ്. മണി ലെൻഡർ എന്നാൽ പണമിടപാടുകാരൻ, പണം പലിശക്ക് കൊടുക്കുന്നയാൾ, ഇതൊക്കെയാണ് അർത്ഥം. ഇൻ എ സിറ്റി, പട്ടണത്തിലെ. വില്യം ഒരു ധനികനായ വ്യക്തിയായിരുന്നു, പക്ഷെ അദ്ദേഹം പട്ടണത്തിലെ ഒരു സത്യസന്ധതയില്ലാത്ത ഒരു മണി ലെൻഡർ ആയിരുന്നു. പണം പലിശക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹി വാസ് ഹേറ്റഡ് ബൈ പീപ്പിൾ ബിക്കോസ് ഹി ചാർജ്ഡ് എ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഹി വാസ് ഹേറ്റഡ്, അദ്ദേഹം വെറുക്കപ്പെട്ടു. ബൈ പീപ്പിൾ, ആളുകളാൽ. ആളുകൾ അദ്ദേഹത്തെ വെറുത്തിരുന്നു എന്ന് അർത്ഥം. ബിക്കോസ്, കാരണം. ഹി ചാർജ്ഡ്, അദ്ദേഹം ഈടാക്കിയിരുന്നു. എ ഹൈ റേറ്റ്, ഉയർന്ന സംഖ്യ. ഓഫ് ഇൻട്രസ്റ്റ്, പലിശയായിട്ട് അദ്ദേഹം കൂടുതൽ ഉയർന്ന സംഖ്യ ആളുകളുടെ അടുക്കൽ നിന്നും ഈടാക്കിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവരും വെറുത്തിരുന്നു. ആൻഡ് ചീറ്റഡ്, വഞ്ചിച്ചിരുന്നു. ദ പുവർ ഔട്ട് ഓഫ് ദെയർ സേവിങ്സ്. സേവിങ്സ് എന്നാൽ ഈടുവയ്പ് എന്നുള്ള അർത്ഥമാണ് ഇവിടെ. എന്താണ്? പാവപ്പെട്ട ആളുകളെ വഞ്ചിച്ചിരുന്നു. അവർ വച്ചിട്ടുള്ള ഈടുവച്ചിട്ടുള്ള വസ്തുക്കൾ, അതിന്മേൽ അവരെ ഇദ്ദേഹം വഞ്ചിക്കാറുണ്ടായിരുന്നു. സ്റ്റോറീസ് ഓഫ് ഹിസ് ഡിസോണസ്റ്റി ഹാഡ് റീച്ച്ഡ് എ റോയൽ മിനിസ്റ്റർ. സ്റ്റോറീസ് ഓഫ് ഹിസ് ഡിസോണസ്റ്റി, അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയില്ലായ്മയുടെ കഥകൾ. ഹാഡ് റീച്ച്ഡ്, എത്തിയിട്ടുണ്ടായിരുന്നു. യോ റോയൽ മിനിസ്റ്റർ, രാജകൊട്ടാരത്തിലെ ഒരു മന്ത്രിയുടെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഈ സത്യസന്ധതയില്ലാത്ത ഈ കഥകൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഹു ഡിസൈഡഡ് ടു ടീച്ച് ഹിം എ ലെസൺ. ഹു, അദ്ദേഹം, മന്ത്രി. ഡിസൈഡഡ്, തീരുമാനിച്ചു. ടു ടീച്ച്, പഠിപ്പിക്കാൻ. ഹിം, അവനെ, അദ്ദേഹത്തെ. എന്താണ്? ഹിം എ ലെസൺ, ഒരു പാഠം പഠിപ്പിക്കാൻ മന്ത്രി തീരുമാനിച്ചു. ദ മിനിസ്റ്റർ വെൻറ്റ് ടു വില്യം ആൻഡ് ആസ്ക്ഡ് ഹിം ഫോർ 2 large vessels ഫോർ കുക്കിംഗ്. ദ മിനിസ്റ്റർ വെൻറ്റ്, മന്ത്രി പോയി. ടു വില്യമിൻ്റെ അടുത്തേക്ക്. ആൻഡ് ആസ്ക്ഡ്, എന്നിട്ട് ചോദിച്ചു. ഹിം, അദ്ദേഹത്തോട്. ഫോർ 2 large vessels, എന്താണ്? വലിയ. ലാർജ് എന്നാൽ വലിയ, വെസൽസ് എന്നാൽ പാത്രങ്ങൾ. ഒരു വലിയ 2 പാത്രങ്ങൾ ചോദിച്ചു. ഫോർ കുക്കിംഗ്, പാചകം ചെയ്യാൻ വേണ്ടി. ആസ് ഹി വാസ് ഗോയിങ് ടു ഹാവ് എ ബിഗ് ഫീസ്റ്റ് അറ്റ് ഹിസ് ഹൗസ്. ആസ് എന്നാൽ ആയതുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. ഹി വാസ് ഗോയിങ് ടു ഹാവ്, അദ്ദേഹം ഉണ്ടാക്കാൻ പോകുകയായിരുന്നു. എ ബിഗ് ഫീസ്റ്റ്, ഒരു വലിയ സൽക്കാരം. ഫീസ്റ്റ് എന്നാൽ സൽക്കാരം. അറ്റ് ഹിസ് ഹൗസ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, മന്ത്രിയുടെ വീട്ടിൽ മന്ത്രി ഒരു വലിയ സൽക്കാരം ഉണ്ടാക്കാൻ പോകുകയായിരുന്നു. അതുകൊണ്ട് എന്താണ്? വില്യമിനോട് വലിയ 2 പാത്രങ്ങൾ പാചകം ചെയ്യാൻ ആവശ്യപ്പെട്ടു. വില്യം അഗ്രീഡ് ബട്ട് യു ഹാവ് ടു പേ $5 ആസ് റെൻറ്റ്, ഹി ആഡഡ്. വില്യം അഗ്രീഡ്, വില്യം സമ്മതിച്ചു. പക്ഷേ, യു ഹാവ് ടു പേ, നീ അടയ്ക്കേണ്ടതുണ്ട്. $5, $5 ആസ് റെൻറ്റ്, വാടകയായിട്ട് നീ $5 നൽകേണ്ടതുണ്ട്. ഹി ആഡഡ്, അദ്ദേഹം പറഞ്ഞു. ദ മിനിസ്റ്റർ പെയ്ഡ് ദ റെൻറ്റ് ആൻഡ് വെൻറ്റ് ഓഫ് വിത്ത് ദ വെസൽസ്. ദ മിനിസ്റ്റർ പെയ്ഡ്, മന്ത്രി. പെയ്ഡ്, നൽകി. ദ റെൻറ്റ്, വാടക നൽകി. ആൻഡ് വെൻറ്റ് ഓഫ്, അങ്ങനെ അദ്ദേഹം പോയി. വിത്ത് ദ വെസൽസ്, ആ പാത്രങ്ങളുമായിട്ട് മന്ത്രി ആ പണം നൽകി പോയി. 2 days later ഹി റിട്ടേൺഡ് ദ വെസൽസ്. 2 days later, 2 ദിവസങ്ങൾക്ക് ശേഷം. ഹി റിട്ടേൺഡ്, അദ്ദേഹം, മന്ത്രി, തിരിച്ചു വന്നു. ദ വെസൽസ്, ആ പാത്രങ്ങളുമായിട്ട്. 2 ദിവസങ്ങൾക്ക് ശേഷം മന്ത്രി ആ പാത്രങ്ങളുമായിട്ട് തിരിച്ചു വന്നു. ആൻഡ് ഓൾസോ ഗേവ് വില്യം 2 smaller vessels that were exactly like the big ones. ആൻഡ് ഓൾസോ ഗേവ്, അതും കൂടി നൽകി എന്നുള്ള അർത്ഥമാണ്.
വില്യമിന്. 2 സ്മോളർ വെസൽസ്, 2 ചെറിയ പാത്രങ്ങളും കൂടി എന്താണ് മന്ത്രി വില്യമിന് നൽകി. ദാറ്റ് വേർ, അവകൾ ആ പാത്രങ്ങൾ ആയിരുന്നു. എക്സാക്ട്ലി, തീർച്ചയായും. ലൈക്ക് ദ ബിഗ് വൺസ്, എന്താണ് യഥാർത്ഥത്തിൽ ആ വലിയ പാത്രങ്ങളുടേതുപോലെയായിരുന്നു. There are baby vessels that were born to the large ones you gave me, he explained. These are baby vessels. ഇവകൾ കുഞ്ഞായിട്ടുള്ള പാത്രങ്ങളാണ്. That were born, അവകൾ അത് ജനിക്കപ്പെട്ടു. To the large ones, വലിയ ഒന്നിന് ജനിക്കപ്പെട്ടു, അവകൾക്ക് ജനിക്കപ്പെട്ടതാണ്, അവകൾ പ്രസവിച്ചതാണ്. You gave me, നീ നൽകിയിട്ടുള്ള ആ വലിയ പാത്രങ്ങൾ, അവകൾ പ്രസവിച്ചതാണ് ഈ 2 ചെറിയ പാത്രങ്ങളെയും. ഹി എക്സ്പ്ലെയിൻഡ്, അദ്ദേഹം മന്ത്രി വിവരിച്ചു. വില്യം ടുക്ക് ദം സ്മൈലിംഗ് ക്വയറ്റ്ലി. വില്യം അവകൾ എടുത്തു ആ കുഞ്ഞു പാത്രങ്ങൾ. സ്മൈലിംഗ്, പുഞ്ചിരിച്ചുകൊണ്ട്. ക്വയറ്റ്ലി എന്നാൽ ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് വില്യം ആ പാത്രങ്ങൾ വാങ്ങി. He thought the minister was fool to give him such a profitable deal. He thought, അദ്ദേഹം കരുതി. The minister was fool, മന്ത്രി ഒരു വിഡ്ഢിയാണ് എന്ന് അദ്ദേഹം കരുതി. To give him such a profitable deal. Profitable എന്നാൽ ലാഭകരമായ, ഡീൽ എന്നാൽ പങ്ക്. ഇത്ര ലാഭകരമായ പങ്ക് അദ്ദേഹത്തിന് നൽകിയ മന്ത്രി ഒരു വിഡ്ഢിയാണ് എന്ന് അദ്ദേഹം കരുതി. A few days later, the minister came again. A few days later, കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം. The minister came again, മന്ത്രി വീണ്ടും വന്നു. Asking for some more vessels as he had to arrange another big feast in the city. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മന്ത്രി വീണ്ടും വന്നു. Asking, ചോദിച്ചുകൊണ്ട്. For some more vessels, കുറച്ചുകൂടെ പാത്രങ്ങൾ ചോദിച്ചുകൊണ്ട് മന്ത്രി വീണ്ടും വന്നു. As he had to arrange എന്നാൽ തയ്യാറാക്കുക എന്നുള്ള അർത്ഥമാണ്. As he had to arrange, അദ്ദേഹത്തിന് എന്താണ് ഏർപ്പാട് ചെയ്യേണ്ടി വന്നതിനാൽ. അനദർ, മറ്റൊരു. ബിഗ് ഫീസ്റ്റ്, വലിയ സൽക്കാരം. ഇൻ ദ സിറ്റി, പട്ടണത്തിൽ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മന്ത്രി കുറച്ചുകൂടെ പാത്രങ്ങൾ ചോദിച്ചു വന്നു. അദ്ദേഹത്തിനൊരു വലിയ സൽക്കാരം ഏർപ്പാട് ചെയ്യേണ്ടി വന്നതിനാൽ പട്ടണത്തിൽ. The greedy William was extremely happy to lend them to him. The greedy William, അത്യാഗ്രഹിയായ വില്യം. was extremely happy. extremely എന്നാൽ അങ്ങേയറ്റം അദ്ദേഹം സന്തോഷവാനായിരുന്നു. അത്യാഗ്രഹിയായ വില്യം. To lend them to him, അദ്ദേഹത്തിന് അത് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ എന്താണ് അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. Because he could now get more baby vessels, അദ്ദേഹം അങ്ങേയറ്റം സന്തോഷത്തിലായിരുന്നു അത് വാടകയ്ക്ക് കൊടുക്കുന്നതിൽ. ബിക്കോസ്, കാരണം. ഹി കുഡ് നൗ ഗെറ്റ്, അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയേക്കും. മോർ ബേബി വെസൽസ്, കൂടുതൽ കുഞ്ഞായിട്ടുള്ള പാത്രങ്ങൾ. സാർ, ഹി ടോൾഡ് ദ മിനിസ്റ്റർ, ഓൾ മൈ വെസൽസ് ആർ പ്രഗ്നൻറ്റ്. സാർ, ഹി ടോൾഡ് ദ മിനിസ്റ്റർ, അദ്ദേഹം മന്ത്രിയോട് പറഞ്ഞു. ഓൾ മൈ വെസൽസ് ആർ പ്രഗ്നൻറ്റ്, എൻ്റെ എല്ലാ പാത്രങ്ങളും ഗർഭിണികളാണ്. സോ ഐ ആം ഷുവർ ഇൻ 2 days യു വിൽ റിട്ടേൺ ദം വിത്ത് ബേബി വെസൽസ്. സോ, ആയതിനാൽ, അവകൾ ഗർഭിണികളായതിനാൽ. ഐ ആം ഷുവർ, എനിക്കുറപ്പുണ്ട്. ഇൻ 2 days, 2 ദിവസങ്ങൾക്കുള്ളിൽ. യു വിൽ റിട്ടേൺ, നിങ്ങൾ തിരിച്ചു വരും. ദം, അവകളുമായിട്ട്. വിത്ത് ബേബി വെസൽസ്, എന്താണ് കുഞ്ഞായിട്ടുള്ള പാത്രങ്ങളുമായിട്ട് നിങ്ങൾ 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. The minister loaded the vessels into a cart and went off. The minister loaded എന്താണ് മന്ത്രി നിറയിച്ചു. The vessels, ആ പാത്രങ്ങൾ നിറയിച്ചു. into a cart, കാർട്ട് എന്നാൽ ഉന്തുവണ്ടി. എന്താണ് മന്ത്രി ഉന്തുവണ്ടിയിൽ ആ പാത്രങ്ങൾ കയറ്റി. and went off, എന്നിട്ട് പോയി. But days went by, and there was no sign of the minister or the vessels. But, പക്ഷേ, days went by, ദിവസങ്ങൾ കടന്നുപോയി. And there was no sign of the minister or the vessels. മന്ത്രിയുടെയോ പാത്രങ്ങളുടെയോ യാതൊരു സൂചനയും ഉണ്ടായില്ല. ദിവസങ്ങൾ പക്ഷേ കടന്നുപോയി.
വില്യം വാസ് ബിക്കമിങ് റെസ്റ്റ്ലെസ്. റെസ്റ്റ്ലെസ് എന്നാൽ അശാന്തമായ, അസ്വസ്ഥമായ, ഇതൊക്കെയാണ് അർത്ഥം. വില്യം അസ്വസ്ഥനാകുകയായിരുന്നു. ഹി വാച്ച്ഡ് ദ റോഡ് ടു സീ ഇഫ് ഹി കുഡ് സീ ദ മിനിസ്റ്റർ ബ്രിങ്ങിങ് ബാക്ക് എ കാർട്ട് ലോഡ്. ഹി വാച്ച്ഡ് അദ്ദേഹം നിരീക്ഷിച്ചു, ദ റോഡ് നിരീക്ഷിച്ചു, ടു സീ ഇഫ് ഹി കുഡ് സീ ദ മിനിസ്റ്റർ ബ്രിങ്ങിങ് ബാക്ക് എ കാർട്ട് ലോഡ്. കാർട്ട് ലോഡ് എന്നാൽ ചരക്കു കയറ്റിയ വണ്ടി. ചരക്ക് കയറ്റിക്കൊണ്ട് ഉന്തുവണ്ടിയുമായി മന്ത്രി വരുമെന്ന് കരുതി അദ്ദേഹം വഴിയിലേക്ക് നോക്കിയിരുന്നു. ബട്ട് ദർ വാസ് നത്തിങ് കമ്മിങ്. പക്ഷെ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. ഫൈനലി ബിക്കമിങ് വെരി ഇംപേഷ്യൻറ്റ് വില്യം വെൻറ്റ് ടു ദ മിനിസ്റ്റേഴ്സ് ഹൗസ്. ഫൈനലി അവസാനം, ബിക്കമിങ് വെരി ഇംപേഷ്യൻറ്റ്. ഇംപേഷ്യൻ്റ് എന്നാൽ അക്ഷമനായ എന്നുള്ള അർത്ഥമാണ്. ബിക്കമിങ് വെരി ഇംപേഷ്യൻറ്റ് വളരെ അക്ഷമനാകുന്നു അല്ലെങ്കിൽ അക്ഷമനായ വില്യം വെൻ ടു ദ മിനിസ്റ്റേഴ്സ് ഹൗസ് മന്ത്രിയുടെ വീട്ടിലേക്ക് പോയി. അവസാനം വളരെ അക്ഷമനായ വില്യം മന്ത്രിയുടെ വീട്ടിലേക്ക് പോയി. വെൽ സാർ യു ഹാവ് നോട്ട് യെറ്റ് റിട്ടേൺഡ് മൈ വെസൽസ്. സാർ യു ഹാവ് നോട്ട് യെറ്റ് റിട്ടേൺഡ് നിങ്ങൾ ഇതുവരെ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല മൈ വെസൽസ് എൻ്റെ പാത്രങ്ങൾ. നോട്ട് യെറ്റ് എന്നാൽ ഇതുവരെ ഇല്ല എന്നുള്ള അർത്ഥമാണ്. യെറ്റ് എന്നാൽ പരിപൂർണമാകാത്ത ഒരു കാര്യം പറയാൻ ഉപയോഗിക്കുന്നതാണ്. മോർ ദാൻ 2 days ഹാവ് പാസ്ഡ് വേർ ആർ ദേ ഹി ഡിമാൻഡ്. മോർ ദാൻ 2 days ഹാവ് പാസ്ഡ് 2 കൂടുതൽ ദിവസങ്ങൾ കടന്നു പോയിട്ടുണ്ട്. വേർ ആർ ദേ അവകൾ എവിടെയാണ്. ഹി ഡിമാൻഡ് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡിമാൻഡ് എന്നതിൻ്റെ മറ്റൊരു അർത്ഥം അധികാരത്തോടെ ചോദിക്കുക എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം അധികാരത്തോടെ ചോദിച്ചു അവകൾ എവിടെയാണ്, 2 ദിവസത്തിൽ കൂടുതൽ കടന്നു പോയിട്ടുണ്ട്. ഓ ഡിയർ ഐ മസ്റ്റ് ടെൽ യു സം സാഡ് ന്യൂസ്. എനിക്ക് നിന്നോട് ഒരു ദുഃഖകരമായ കാര്യം പറയാനുണ്ട്. ഓൾ ദ വെസൽസ് ഡൈഡ് വൈൽ ഗിവിങ് ബർത്ത് ടു ബേബി വെസൽസ്. ഓൾ ദ വെസൽസ് എല്ലാ പാത്രങ്ങളും ഡൈഡ് മരണപ്പെട്ടു. വൈൽ ഗിവിങ് ബർത്ത് ജന്മം നൽകുന്നതിനിടയിൽ ടു ബേബി വെസൽസ് ചെറിയ പാത്രങ്ങൾക്ക്, ചെറിയ കുഞ്ഞായിട്ടുള്ള പാത്രങ്ങൾക്ക് ജന്മം നൽകുന്നതിനിടയിൽ എല്ലാ പാത്രങ്ങളും മരണപ്പെട്ടു. സോ നൗ ഐ കാൺഡ് റിട്ടേൺ ദം ടു യു. സോ ആയതിനാൽ നൗ ഇപ്പോൾ ഐ കാൺഡ് റിട്ടേൺ അവകൾ തിരിച്ചു തരാൻ സാധിക്കുകയില്ല. ടു യു നിനക്ക് അവകൾ ഇപ്പോൾ തിരിച്ചു തരാൻ സാധിക്കുകയില്ല, അവകൾ മരണപ്പെട്ടു. ഐ ആം സോറി സെഡ് എ വെരി അപ്പോളജറ്റിക് മിനിസ്റ്റർ. ഐ ആം സോറി എനിക്ക് മാപ്പ് അല്ലെങ്കിൽ ഞാൻ ദുഃഖിക്കുന്നു, ഇതൊക്കെയാണ് അർത്ഥം. സെഡ് പറഞ്ഞു, എ വെരി അപ്പോളജറ്റിക് മിനിസ്റ്റർ. അപ്പോളജറ്റിക് എന്നാൽ മാപ്പപേക്ഷിക്കുന്ന, ഖേദപൂർവമായ, ക്ഷമാപണ സ്വഭാവമുള്ള, ഇതൊക്കെയാണ് അർത്ഥം. വളരെ ക്ഷമാപണ സ്വഭാവത്തോടെ മന്ത്രി പറഞ്ഞു. റബിഷ് വെസൽസ് കനോട്ട് ഡൈ ഗിവിങ് ബർത്ത് ടു ബേബി വെസൽസ്. റബിഷ് അസംബന്ധം. വെസൽസ് കനോട്ട് ഡൈ പാത്രങ്ങൾ മരണപ്പെടുകയില്ല. ഗിവിങ് ബർത്ത് ടു ബേബി വെസൽസ് എന്താണ്, കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിക്കൊണ്ട് പാത്രങ്ങൾ മരണപ്പെടുകയില്ല. ഹൂവർ ഹേർഡ് ഓഫ് സച്ച് നോൺസെൻസ് തണ്ടേർഡ് വില്യം. ഹൂവർ ഹേർഡ് ഓഫ് സച്ച് നോൺസെൻസ് ഇത്തരത്തിലുള്ള അബദ്ധം, വിഡ്ഢിത്തം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? തണ്ടേർഡ് വില്യം. തണ്ട് എന്നാൽ ഗർജിക്കുക എന്നുള്ള അർത്ഥമാണ്. വലിയ ശബ്ദമുണ്ടാക്കുക, ഭയങ്കരമായി സംസാരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. തണ്ടേർഡ് വില്യം ഗർജിച്ചു. ദ ആർഗ്യുമെൻറ്റ് ഗ്രൂ ആൻഡ് ഗ്രൂ ഇൻ ടു എ ബിഗ് ഫൈറ്റ്. ദ ആർഗ്യുമെൻറ്റ് തർക്കം, ഗ്രൂ ആൻഡ് ഗ്രൂ എന്താണ്, വളർന്നുകൊണ്ടേയിരുന്നു. ഇൻ ടു എ ബിഗ് ഫൈറ്റ് വളർന്ന് വലിയ ഒരു തർക്കമായി. ഫൈനലി ബോത്ത് ഓഫ് ദം ലാൻഡഡ് ഇൻ ദ കിങ്സ് കോർട്ട് ഫോർ സീക്കിംഗ് ജസ്റ്റിസ്. ഫൈനലി അവസാനം, ബോത്ത് ഓഫ് ദം അവർ 2 പേരും ലാൻഡഡ്. ലാൻഡ് എന്നാൽ ഇവിടെ അർത്ഥം എത്തുക എന്നുള്ള അർത്ഥമാണ്. ലാൻഡഡ് എത്തി. ഇൻ ദ കിങ്സ് കോർട്ട് രാജകൊട്ടാരത്തിൽ, എന്താണ്, രാജസദസ്സിൽ എത്തി. ഫോർ സീക്കിംഗ് ജസ്റ്റിസ്. സീക്ക് എന്നാൽ തേടുക, ഫോർ സീക്കിംഗ് തേടിക്കൊണ്ട്, ജസ്റ്റിസ് നീതി തേടിക്കൊണ്ട് അവസാനം അവർ 2 പേരും രാജസദസ്സിൽ എത്തി.
The king had them out. But vessels don't have babies, do they, William? He asked. The king, രാജാവ്, heard them out. Hear out എന്നതിൻ്റെ രണ്ടാമത്തെ രൂപമാണ് heard out. Hear out എന്നാൽ പറയുന്നത് മുഴുവൻ ക്ഷമയോടെ കേൾക്കുക എന്നാണ് അർത്ഥം. The king heard them out. രാജാവ് അവരെ ക്ഷമയോടെ കേട്ടു. പക്ഷേ വെസൽസ് ഡോണ്ട് ഹാവ് ബേബീസ് എന്താണ്, കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയില്ല പാത്രങ്ങൾക്ക്. ഡൂ ദേ, അല്ലേ, അങ്ങനെയല്ലേ, അവകൾക്ക് ഉണ്ടാകുകയില്ല. വില്യം, ഹി ആസ്ക്ഡ്, അദ്ദേഹം ചോദിച്ചു, രാജാവ്. അവർ രണ്ടുപേരും പറയുന്നത് രാജാവ് കേട്ടു. ശേഷം രാജാവ് ചോദിച്ചു, വില്യം, എന്താണ്, പാത്രങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായേക്കുകയില്ല, അല്ലേ? Then how can they die while giving birth to baby vessels? കുഞ്ഞുങ്ങൾക്ക് പ്രസവം നൽകുന്നതിനിടയിൽ അവകൾക്ക് എങ്ങനെ മരിക്കാൻ സാധിക്കും, അല്ലേ? How did you accept baby vessels earlier from the minister? How did you accept, നീ എങ്ങനെ സ്വീകരിച്ചു, baby vessels, കുഞ്ഞായിട്ടുള്ള പാത്രങ്ങൾ, earlier, മുമ്പ്, from the minister, മന്ത്രിയുടെ അടുക്കൽ നിന്നും. കുഞ്ഞായിട്ടുള്ള പാത്രങ്ങൾ നീ എങ്ങനെയാണ് മുമ്പ് മന്ത്രിയുടെ അടുക്കൽ നിന്നും സ്വീകരിച്ചത്? If you knew that this was impossible. If you knew that, നിനക്ക് അത് അറിയുമായിരുന്നെങ്കിൽ, എന്താണ്, പാത്രങ്ങൾ പ്രസവിക്കില്ല, കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയില്ല എന്ന് നിനക്ക് അറിയുമായിരുന്നെങ്കിൽ, അതാണ് അർത്ഥം. ഇഫ് യു ന്യൂ, നിനക്ക് അറിയുമായിരുന്നെങ്കിൽ, ദാറ്റ്, അത്. ദിസ് വാസ് ഇമ്പോസിബിൾ, ഇത് അസാധ്യമാണ് എന്ന് അറിയുമായിരുന്നെങ്കിൽ നീ എന്തുകൊണ്ടാണ് മുമ്പ് മന്ത്രിയുടെ അടുക്കൽ നിന്ന് പാത്രങ്ങൾ സ്വീകരിച്ചത്, കുഞ്ഞു പാത്രങ്ങൾ? വില്യം വാസ് ട്രാപ്ഡ്. ഹി ഹങ് ഹിസ് ഹെഡ് ഇൻ ഷെയിം. വില്യം വാസ് ട്രാപ്ഡ്. ട്രാപ്പ് എന്നാൽ കുഴപ്പത്തിലാകുക എന്നുള്ള അർത്ഥമാണ്. വില്യം വാസ് ട്രാപ്ഡ്, വില്യം കുഴപ്പത്തിലായി. ഹി ഹങ്, അദ്ദേഹം തൂക്കിയിട്ടു. ഹിസ് ഹെഡ്, അദ്ദേഹത്തിൻ്റെ തല. ഇൻ ഷെയിം, നാണത്താൽ വില്യം അദ്ദേഹത്തിൻ്റെ തല തൂക്കിയിട്ടു. The minister had taught the greedy man a lesson he never forgot. The minister had taught, മന്ത്രി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. The greedy man, ആ അത്യാഗ്രഹിയായ മനുഷ്യനെ, a lesson, ഒരു പാഠം. He never forgot, അദ്ദേഹം ഒരിക്കലും മറക്കാത്ത, ആ അത്യാഗ്രഹിയായ വ്യക്തി ഒരിക്കലും മറക്കാത്ത ഒരു പാഠം മന്ത്രി അദ്ദേഹത്തെ പഠിപ്പിച്ചു. മോറൽ, ഗുണപാഠം, ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം. ഡിസോണസ്റ്റി ആൻഡ് ഗ്രീഡ് ഇവഞ്ച്വലി ലീഡ് ടു വൺസ് ഡൗൺഫോൾ. ഡിസോണസ്റ്റി, അവ്യസ്തത, കള്ളത്തരം, വഞ്ചന, ഇതൊക്കെയാണ് അർത്ഥം. ആൻഡ് ഗ്രീഡ്, ആർത്തി, വഞ്ചനയും ആർത്തിയും. ഇവഞ്ച്വലി, അവസാനം. ലീഡ്, നയിക്കും. ടു വൺസ്, ഒരു വ്യക്തിയെ. ഡൗൺഫോൾ എന്നാൽ അധപ്പതനം, അധോഗതി, ആപത്ത്. വഞ്ചനയും ആർത്തിയും ഒരു വ്യക്തിയെ ആപത്തിലേക്ക് നയിക്കും.